ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്കയിറച്ചി കറിയാണ്. അപ്പോൾ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കക്കയിറച്ചി കറിക്കായിട്ട് ഞാനിവിടെ 1/2 കിലോ കക്കയിറച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ വയറ്റിലെല്ലാം ഞെക്കി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കക്കയിറച്ചി തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. ഇനി എരിവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 കഷ്ണം കറുവപ്പട്ട, 2 തക്കോലം, 5 ഗ്രാമ്പു, 3/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, അതായത് വലിയ ജീരകം പൊടിച്ചത്, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പുപൊടി ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, 1 പിടി മല്ലിയില. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ്. ഒരു കുക്കറിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ചതച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയുടെ കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സവാള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. എന്തായാലും നമുക്കിത് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാനുള്ളതാണ്. ആ ഒരു സമയത്ത് നന്നായിട്ട് എന്തായാലും വെന്ത് കിട്ടും. കണ്ടോ, ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നൊരു പാകം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഇതെല്ലാം ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതൊക്കെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി കക്കയിറച്ചി കുക്കായി കിട്ടാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കാവാനുള്ള വെള്ളം വേണം തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് എത്രമാത്രം ഗ്രേവി ആവശ്യമുണ്ടോ അതിനുള്ള വെള്ളം കൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ 2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അത്രയും കൊണ്ട് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയിട്ടാണ് ഞാൻ കുക്കർ തുറന്നത്. ഇപ്പോൾ കക്കയിറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. പിന്നെ ഇതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, പക്ഷേ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും കറിക്ക്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് ഇത് വിളമ്പിയാൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കക്കയിറച്ചി കറി. അപ്പോൾ കക്കയിറച്ചി ഈ ഒരു രീതിക്ക് ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലും ടേസ്റ്റും നല്ലൊരു അതേ മണമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.